സലീം കുമാറേട്ടൻ്റെ ഭൗതിക ശരീരത്തിന് അടുത്ത് നിന്ന് ചേട്ടൻ ചില രാഷ്ട്രീയക്കാരോട് 14-ാം തീയതി നടക്കാൻ പോകുന്ന ഫംഗ്ഷന് വരണം എന്ന് പറഞ്ഞോ ടിനി ടോമേട്ടായി? ജസ്റ്റിസ് ഫോർ അൻസിബ. ടിനി ടോമേട്ടായി, കേരളക്കരയാകെ താങ്കളോടുള്ള സഹതാപം കൊണ്ട് നിറഞ്ഞങ്ങട്ട് തുളുമ്പുകയാണല്ലോ അല്ലേ? സന്തോഷമായോ ചേട്ടായിക്ക്? ചേട്ടായിയുടെ കരച്ചില് നമ്മുടെ പ്രിയപ്പെട്ട അതുല്യനായ കലാകാരൻ സലീമേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിനടുത്ത് നിന്ന് നമ്മുടെ ടിനി ടോമേട്ടായി കരയുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും സഹതാപം തോന്നി. അയ്യോ തുത്തിരി പാവം ചേട്ടാ, ഞാനും തെറ്റിദ്ധരിച്ചു. ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. ഒരു കൊട്ട അവിടെയോ ഇവിടെയോ എങ്ങോട്ടോ ഇല്ലാത്ത ഒരു കൊട്ട് ഞാൻ അങ്ങോട്ട് കൊട്ടി വിട്ടതേ ഉള്ളൂ. കൂടുതലായിട്ട് നിങ്ങളുടെ കരച്ചിലിനെ ഞാൻ ഒന്നും പറയാൻ പോയില്ല. കൂട്ടുകാരനാണല്ലോ, മനസ്സുകൊണ്ട് കരഞ്ഞതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി ചേട്ടായി. ക്ഷമിക്കെന്നോട് കേട്ടോ, ക്ഷമിക്കേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചല്ലോ അല്ലേ? വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാറുണ്ടേ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ടിനി ടോമേട്ടായി, കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചോട്ടെ? ഒന്നും തോന്നല്ലേ? ചേട്ടൻ ആ ദിവസം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സലീം കുമാറേട്ടൻ്റെ ഭൗതിക ശരീരത്തിന് അടുത്ത് നിന്ന് ചേട്ടൻ ചില രാഷ്ട്രീയക്കാരോട് 14-ാം തീയതി നടക്കാൻ പോകുന്ന ഫംഗ്ഷന് വരണം എന്ന് പറഞ്ഞോ ടിനി ടോമേട്ടായി? അല്ല പറഞ്ഞോ? സംശയം ചോദിക്കാലോ, പറഞ്ഞോ? അല്ല അങ്ങനെ പറയാനൊക്കെ പറ്റുമോ ചേട്ടായിക്ക്? നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഈ 14-ാം തീയതി ഒരു പരിപാടി നടക്കാൻ പോവുക, ഒരു അവാർഡ് ഫംഗ്ഷൻ. ഹൈഡ്രോളിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? ഹൈദർ അലി അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ മീഡിയ ചാനൽ നടത്തുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ. അവിടെ നമ്മുടെ ടിനി ടോമേട്ടായിക്ക് ഒരു റോളുണ്ട്. അതായത് ടിനി ടോമേട്ടായിയുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അവിടെ കിടന്നൊരു കളി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടിനി ടോമേട്ടായി ഈ ചടങ്ങിന്, അതായത് നമ്മുടെ പ്രിയങ്കരനായ സലീം കുമാറേട്ടൻ്റെ ഭൗതിക ശരീരം ആ ടൗൺ ഹാളിലൊക്കെ പൊതുദർശനത്തിന് വെച്ച സമയത്തോ, ആ വീട്ടിൽ ബാക്കിയുള്ള കർമ്മങ്ങൾ നടക്കുന്ന സമയത്തോ, എവിടേക്കോ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് അവിടെ വന്ന രാഷ്ട്രീയക്കാരോട് ചെന്നിട്ട് 14-ാം തീയതി വരുമോ എന്ന് ചോദിച്ചായിരുന്നോ ചേട്ടായി? അല്ല അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടെ. അല്ല അങ്ങനെ ചോദിച്ചുകൊണ്ട് ചെന്നപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ പച്ചയ്ക്ക് ആട്ടിവിട്ടെന്നും പറയുന്ന കേട്ടല്ലോ ടിനി ടോമേട്ടായി. സത്യമാണോ ഇതൊക്കെ? അല്ല ഇതൊക്കെ കള്ളമാണെന്ന് ചേട്ടായിക്ക് അങ്ങ് പറയായിരിക്കുമല്ലോ അല്ലേ ചേട്ടായി പറ. പക്ഷേ ചേട്ടായിയുടെ കരച്ചിൽ കണ്ട കുറച്ചു പേർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ട്. എടാ ഇവൻ ശരിക്ക് കരയുകയാണോ? പലർക്കും തോന്നിക്കാണും. പക്ഷേ ഇന്നേ വരെ നമ്മൾ ആരും അത് ചോദ്യം ചെയ്യാൻ പോയില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, കൂട്ടുകാരനാണ് അല്ലേ? നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പറയുന്നത്. കൂട്ടുകാരൻ സലീമേട്ടൻ, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വേറെ കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മകൻ ചൂടായത്, ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ടിനി ടോമിനെ നമ്മൾ വിട്ടുകളഞ്ഞു. വേണ്ട, അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചു. ഓക്കെ, ചിലപ്പം മനസ്സുകൊണ്ട് കരയുന്നതായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചു പോയി. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് വേറെ പല പരിപാടികൾ നടന്നത് ഇപ്പോഴാണ് കുത്തിപ്പൊങ്ങി വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ ടിനി ടോമേട്ടായി. അല്ല സത്യമാണോ ഇതൊക്കെ? ഇങ്ങനെ കേട്ടു ടിനി ടോമേട്ടായി, സത്യമാണോ എന്ന് ചോദിക്കുന്നതേ ഉള്ളേ കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ, തുടക്കം മാത്രമായത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കടക്ക് പുറത്ത് ആ ഡയലോഗ് ഇല്ല. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ഫോർ അൻസിബ, താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. കാരണം ഞാൻ അറിഞ്ഞത് വെച്ച് ഇച്ചിരി കള്ളനാണ് നമ്മുടെ ടിനി ടോമേട്ടായി. ടിനി ടോമിനെയും അൻസിബയും ഒക്കെ അറിയാവുന്ന ആളുകളാണ് എന്നോട് പല കാര്യങ്ങളും പറയുന്നത്. ടിനി ടോമേട്ടായി അൻസിബയ്ക്കെതിരെ സൈബറിൽ, അതായത് സൈബർ ഇടത്തിൽ ഒരു അറ്റാക്ക് നടത്താനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടോ ഏട്ടായി? അല്ല അങ്ങനെയും കരക്കമ്പികൾ കേൾക്കുന്നു. പിന്നെ ഏട്ടായി കരയുന്നത് ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഹോ 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 ഹോ, ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിച്ചു തരാം. ഈ കരച്ചിലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ചില ഓൺലൈൻ മീഡിയക്കാരങ്ങോട്ട് എടുത്തങ്ങോട്ട് കസക്കി ഇതൊക്കെ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണോ ചേട്ടായി? അല്ല ഒരു സംശയം. അല്ല ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട്, കൈ അങ്ങോട്ട് മാറ്റുമ്പം വെള്ളം കണ്ണാടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. സാധാരണ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഏങ്ങലൊക്കെ അടിച്ച് കരയുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് കരയേണ്ട ഒരു അവസ്ഥയിൽ
കണ്ണീന്ന് വെള്ളമൊക്കെ വരും ചേട്ടായി. പക്ഷെ ചേട്ടായിയുടെ കണ്ണീന്ന് വെള്ളം ഒരു മീഡിയക്കാരന്റെ വീഡിയോയിൽ ഞാൻ കണ്ടില്ല. അതുകൊണ്ടൊരു സംശയത്തിന്റെ പുറത്ത് ചോദിച്ചതാ. ഞാൻ പറഞ്ഞ പോലെ ഇത്രയും ദിവസം ഞാനിതൊന്നും ചോദിച്ചില്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. ഇപ്പോ അൻസിബ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും, ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയി അതിനുശേഷം മീഡിയക്കാരെ കണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം എനിക്കും അറിയാം, വേറൊന്നുമല്ല, എങ്ങും എത്താൻ പോകുന്നില്ല, പോലീസുകാർ കേസൊന്നും എടുക്കത്തില്ല, ഇപ്പോഴും എടുത്തിട്ടില്ല. അൻസിബയോട് പറയുകയാണ്, ഡീഫമേഷൻ കേസാവും, ഡീഫമേഷൻ കേസ്. പ്രിയപ്പെട്ട ഒരുപാട് പോലീസുകാരുണ്ട്, നല്ല പോലീസുകാർ, എനിക്ക് ബഹുമാനമുള്ള ഒരുപാട് പോലീസുകാരുണ്ട് കേട്ടോ, നല്ലവരായ ഒരുപാട് പോലീസുകാരുണ്ട് കേരള പോലീസിൽ. അതുപോലെ എല്ലായിടത്തും കാണുമല്ലോ അല്ലേ ചില ആൾക്കാർ. പോട്ടെ, ഞാനൊന്നും പറയുന്നില്ലേ. എന്താണെങ്കിലും അൻസിബക്കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ടീൻടേമേട്ട ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അവിടെ ചെന്ന് ഈ പരിപാടിയെല്ലാം കാണിച്ചായിരുന്നോ? കരക്കമ്പി കേൾക്കുന്നുണ്ട്, ഏതോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആട്ടിയെന്നും കേട്ടു. അല്ല, അതൊക്കെ സത്യമാണെങ്കിൽ പൊന്നി ഏട്ടാ നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ കേട്ടോ, വേറെ ആരെ കൊണ്ടും ഇത് പറ്റത്തില്ല. അയ്യോ അഭിനയ തിങ്കമേ, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. എന്താണെങ്കിലും അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് ഞാൻ ബാക്കി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാം പറയാം, ചോദിക്കാം. അതും ഇത് കേട്ടോ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാൻ ഇതിന്റെ മുന്നേ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് അമ്മയിലെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അനൂപ് ചന്ദ്രൻ ചേട്ടൻ എനിക്കെതിരെ ഒരു വീഡിയോ വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പരാതി എടുത്തില്ല, മൊഴിയൊക്കെ എടുത്തായിരുന്നു, പക്ഷെ പരാതി എടുത്തിട്ടില്ലായിരുന്നു. അതുപോലെ ഇൻഫോ പാർക്ക്, ഞാൻ കാക്കനാട് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി പരാതി പറഞ്ഞു, അന്നും പരാതി എടുത്തില്ല. എൻ്റെ പരാതി ഇരുന്ന് കുറേ നേരം കേൾക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അനൂപ് ചന്ദ്രൻ ചേട്ടന് ഒരു ഫോൺ കോൾ പോലും ചെയ്ത് അന്വേഷിച്ചിട്ടില്ല, അന്വേഷണം നടത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇതേ സ്റ്റേറ്റിൽ തന്നെയാണ് എനിക്കെതിരെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തക എനിക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുക്കുകയും ഒരു ചെറിയ മെസ്സേജ്, ദുബായി പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നു, എൻ്റെ സുഹൃത്ത് കണ്ടിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മേൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ഹരാസ് ചെയ്തത്. അത് ഇൻറ്ററോഗേറ്റ് ചെയ്തത് ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ചേച്ചിയും അവരുടെ ഭർത്താവും SI രേഷ്മ മാമും കൂടെയാണ്. 3 പേരും കൂടെ ആയിരുന്നു ഇൻറ്ററോഗേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ചെറിയ മെസ്സേജിന്റെ പുറത്ത് എന്നെ വിളിച്ച് അങ്ങനെ എന്നെ ഇൻറ്ററോഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനത്തിൽ ഞാനൊരു പരാതിയുമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ അത് ഡിഫേമേഷനിലേക്കാണ് പോവുക എന്ന് പറയുന്നതിൽ എത്രത്തോളം ന്യായം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാക്കുകളാണ് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത് നീനാക്കുറുപ്പ് ചേച്ചിയാണ് കേട്ടിട്ടുള്ളത്. നീനാക്കുറുപ്പ് ചേച്ചി ഡയറക്റ്റ് കേട്ടതാണ്, ആ ഡയറക്റ്റ് കേട്ടതാണ് എന്നോട് വന്ന് പറഞ്ഞത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, നീന ചേച്ചിയല്ലേ അത് കേട്ടത്, അൻസിബ കേട്ടില്ലല്ലോ എന്ന്. അത് നീന ചേച്ചി അങ്ങനെ പറഞ്ഞതാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു അഭിനേത്രിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീന ചേച്ചിയെ ടിനി ടോം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യം പറയുന്നത് ഡയറക്റ്റ് ആയിട്ടാണ് നീന ചേച്ചിയോട് അസഭ്യം പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട പലരുണ്ട്, എത്ര പേര് അതിനും സാക്ഷി പറയുന്നൊന്നും എനിക്കറിയില്ല. അമ്മയില് പരാതി കൊടുത്തിട്ടുണ്ട്. അൻസിബ, എനിക്ക് ആകെയുള്ള ഒരു സംശയമാണ്, അൻസിബ എന്തുകൊണ്ടാണ് നീന ചേച്ചി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ട് പോകാത്തത്? എന്തുകൊണ്ടാണ്? അമ്മയിൽ പരാതി കൊടുത്തു എന്ന് പറയുന്നു, കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാത്തത്? മറ്റുള്ള കുറെ ആളുകളുടെ മുമ്പിൽ വെച്ച് അവരുടെ മുഖത്ത് നോക്കിയാണ് ടിനി ടോം എന്തോ മോശമായി പറഞ്ഞത് അല്ലേ? അപ്പോൾ ആ സ്ത്രീക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാലോ. എന്തുകൊണ്ടാണ് അത് മാത്രം ഇവിടെ സംഭവിക്കാത്തത്? അതും കൂടെ വേണ്ടേ? അൻസിബ മാത്രമല്ല ടിനി ടോമിനെതിരെ സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചതാണ്, ലണ്ടനിലിരിക്കുന്ന ഒരു ചേട്ടൻ, ടിനി ടോമിന്റെ അയൽവാസി, അയാളും ടിനി ടോമിനെതിരെ സംസാരിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നു, ഒന്നും നടക്കുന്നില്ല. കുറച്ചു മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, മോനെ കാര്യമില്ലടാ, കാര്യമില്ല, അൻസിബയുടെ കണ്ടില്ലേ, എങ്ങും എത്തുന്നില്ല. ഇനി ആ കൊച്ചു കോടതിയിലേക്ക് അതൊക്കെ പറയുന്നുണ്ട്, കോർട്ടിൽ നേരിട്ട് പോകും, അൻസിബ വിട്ട് കൊടുക്കില്ല, അങ്ങനെ വേണം അൻസിബ. അതുകൊണ്ടാണ് ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? ഇല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് കുറെ ആളുകൾ പറയും അവളുടെ കയ്യിൽ തെറ്റുണ്ട്, മനസ്സിലായോ, അവളാണ് കള്ളി എന്നൊരു സാധനം ആ കൊച്ചു കേൾക്കേണ്ട വരും. അതുകൊണ്ടാണ് വിടാതെ അതിൻ്റെ പുറകെ പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ വേണ്ട നീതി, കോടതിയിൽ പോവും എന്ന് പറഞ്ഞാൽ പെൺകുട്ടി നിൽക്കുന്നത്.
തെളിവുകൾ എന്തൊക്കെയോ കുറച്ച് അൻസിബയുടെ കയ്യിലുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ എല്ലാവരോടും പറയാം. തുടക്കത്തിൽ കാണിച്ച കുറെ കോപ്രായങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തൊന്നുമില്ല. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, സീരിയസ് ആയിരിക്കും. പക്ഷെ ആ സീരിയസ് മാറ്റർ പോലും കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് കുറച്ച് ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ചെയ്യേണ്ട വരും. അതാണ് ഗതികേട്, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പേര് അയ്യോ നമ്മൾ അങ്ങനെ ചെയ്തേ, നമ്മൾ ഇങ്ങനെ പറഞ്ഞേ, ചോദ്യങ്ങളാണ്, മനസ്സിലായില്ലേ? ചോദ്യം ചോദിക്കാൻ. ഓക്കെ, അതിന് ഈ നാട്ടിൽ ആരും എന്നെ പിടിച്ച് തൂക്കിക്കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദ്യങ്ങൾ, സംശയങ്ങൾ, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ കേട്ടല്ലോ ടിനി ടോമേട്ട, സത്യങ്ങളുണ്ടോ ഇതിനകത്തൊക്കെ എന്ന് ചോദിക്കാലോ. അല്ല, ഇതിനു മുമ്പും പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, മറുപടിയില്ല, വിളിക്കത്തില്ല നേരിട്ട് പോലും. കാരണം എന്താ റെക്കോർഡ് ചെയ്യും, മനസ്സിലായോ? ഇങ്ങോട്ടിറങ്ങരുത്, ഭീഷണി കൊണ്ട് നടക്കത്തില്ല. ഓക്കെ, പല ആളുകൾ പല പരിപാടികൾ ചെയ്യുന്നുണ്ട് വീഡിയോയ്ക്ക്, മറ്റേ റിപ്പോർട്ട് അടിച്ച് ഇല്ലാതാക്കാനുള്ള. അതുകൊണ്ടാണ് നിങ്ങളോട് ഇടയ്ക്കൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ലൈക്ക് താ, മറ്റേ എന്താണ് പറയുന്നതിന്, മറ്റേ ഹൈപ്പ് താ. കാരണം നശിപ്പിക്കവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് ചിലർക്ക് പിടിക്കത്തില്ല. നേരിട്ട് നമ്മളെ വിളിച്ച് ചിലപ്പോൾ ഭീഷണിപ്പെടുത്താൻ പറ്റത്തില്ല. എന്തും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. അതും നമ്മളെടുത്ത് പുറത്ത് വിട്ടാലോ പേടി കാണും. ഇവിടെ അൻസിബയുടെ കേസിൽ ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. അൻസിബ, നീന കുറുപ്പ് ചേച്ചി അവരും കൂടെ കേസുമായിട്ട് മുന്നോട്ട് വന്നാൽ കൊള്ളാമായിരിക്കും. പക്ഷെ അതിവിടെ സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ അൻസിബ കേസുമായിട്ട് മനസ്സിലാവുന്നുണ്ട്, അൻസിബ തള്ളിവിടും. കാരണം ചേട്ടന് പിടിപാടുണ്ടല്ലോ രാഷ്ട്രീയക്കാർ. ഞാനും കേട്ടു ചില രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ടുള്ള പിടിപാടിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കുറച്ചായിട്ടുള്ളതാ, ഈ ചേട്ടന് സിനിമയൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഈ പുള്ളിയുടെ വരുമാനം, സാമ്പത്തികം? വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോ? ഇപ്പം ഇവന്റ് മാനേജ്മെന്റിന്റെ കഥയൊക്കെ എന്നോട് കുറച്ച് മുമ്പ് ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഈ 14-ാം തീയതി നടക്കാൻ പോകുന്ന പരിപാടിക്ക് പുള്ളിയുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അവിടുത്തെ പരിപാടികളൊക്കെ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് സലീം കുമാറേട്ടന്റെ മരണ ദിവസം പോലും അവിടെ നിന്നിട്ട് ചില രാഷ്ട്രീയക്കാരെ ഇൻവിറ്റേഷൻ. അയ്യോ, അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ചേട്ടാ ഏതാ ശരി? ചേട്ടൻ പറഞ്ഞിട്ട് ഓൺലൈൻ മീഡിയക്കാരെടുത്ത് ഞങ്ങളെ കാണിച്ച വീഡിയോ ആണോ ശരി, അതോ ഈ ഞാൻ കേട്ട കരക്കമ്പിയാണോ ശരി? ഏതാ എനിക്കറിയത്തില്ല, ചോദിക്കുന്നതേ ഉള്ളൂ, സംശയം. ചേട്ടനായതുകൊണ്ട് എനിക്കതിനുള്ള ഉത്തരം ഇവിടെ ഉണ്ട്, മനസ്സിലായോ? നാട്ടുകാർക്ക് അവർ തീരുമാനിക്കട്ടെ, ഞാൻ ഇട്ടുകൊടുക്കുക, ഞാനൊന്നും പറയുന്നില്ലേ, ബാക്കി കേൾക്കാം. അപ്പൊ അതിനെതിരെയും നീന ചേച്ചി അമ്മയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ പരാതി കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അതേ കമ്മിറ്റിയിൽ ആരോപണ വിധേയനായിട്ടുള്ള ശ്രീ ടിനി ടോം ഇപ്പോഴും അതേ കമ്മിറ്റിയിൽ തുടരുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീന ചേച്ചി ഡയറക്റ്റ് അസഭ്യം പറഞ്ഞ ടിനി ടോമിനെതിരെ നീന ചേച്ചി അമ്മയിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി ഒന്നും കൊടുത്തിട്ടില്ല. നീന ചേച്ചി അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി FIR ഇടാൻ പറ്റുന്ന കേസ് തന്നെയാണത്. അങ്ങനെ ഒരു കേസ് ഡയറക്റ്റ് ആയിട്ട് FIR ഇടാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടെന്നിരിക്കെ എന്നോട് വന്ന് കള്ളം പറഞ്ഞു തരേണ്ട ആവശ്യം നീന കുറുപ്പ് ചേച്ചിക്ക് ഇല്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ എന്നെ പറ്റി ഞാൻ മതം മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ പ്രൊഡക്ഷൻ കൺട്രോളറും അദ്ദേഹത്തിന്റെ മകനെയും ഒക്കെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള പ്രചരണമൊക്കെ അധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ അങ്ങനെ പറയും. ബാക്കി കേൾപ്പിക്കാമേ. ടിനി ടോമേട്ടായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ടിനി ടോമേട്ടായിയുടെ മോനെ എങ്ങനെയാണ് അൻസിബ വഴിതിരിച്ചു കൊണ്ടുപോകുന്നത്? അതെങ്ങനെ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ ഓക്കെ, അപ്പം തൻ്റെ മകൻ്റെ മേലിൽ തനിക്കൊരു പിടുത്തോ ഇല്ലേ? ആ പിടുത്തം ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ചെറുക്കൻ വണ്ടിയെടുത്ത് ഓരോ കോപ്രായങ്ങളും കാണിച്ച് മറ്റേ വേറെന്തോ കേസിനൊക്കെ പോലീസും പൊക്കി പിന്നെ പുറകെ നടന്നതൊക്കെ മുക്കിക്കളയേണ്ട ഒരു അവസ്ഥ ചേട്ടന് വരുന്നത് അല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ? ഒരു പിടുത്തം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാ ചേട്ടാ ഇതൊക്കെ പറയുന്നത്? എൻ്റെ മോനെ അവള് മറ്റേ മതം, ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെയുള്ള കഥയൊക്കെ താൻ എന്ത് കണ്ടിട്ടാണ് അവിടെ പറഞ്ഞു നടന്നതെന്ന്. പിന്നെ ചേട്ടായി കഥ പറയുന്നില്ല എന്ന് ചേട്ടായി തന്നെ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? വേറെ ആരുമല്ല, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേജിലൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മൾ തമാശക്ക് ഇടയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും. അത് വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാ. ഓക്കെ, അതുകൊണ്ട് ചേട്ടായി തന്നെ കുഴി തോണ്ടി പലയിടത്തും വെച്ചേക്കുന്നതുകൊണ്ട് ജനങ്ങൾ മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. ബാക്കി ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്, എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്.
ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണം എന്ന് പറയണത്? അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സ്ട്രെങ്ത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്, അഡ്വക്കേറ്റുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോൾ തന്നെ പോകണം എന്നൊക്കെയാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു നോട്ടീസ് ഇല്ലാതെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്നുള്ള കാര്യം. അതൊന്നും അറിയാതെയാണ് ഞാൻ എടുത്തു ചാടി അങ്ങോട്ട് പോയതും ഇത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ചിട്ടുണ്ടായത്. വനിതാ സെല്ലിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചുകൂടെ കംഫർട്ട് ആവുന്ന. അപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാതെയാണ് ഞാൻ അവിടെ ആ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു അവയർനെസ് എങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഓടിച്ചെന്നങ്ങ് കയറി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതൊരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് നമ്മൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതൊരു വലിയ കാര്യം കൂടെയാണ്. നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഇടതുവശത്തൂടെ നടക്കുക, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പോലീസുകാരുമായിട്ടൊക്കെ സംവദിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന പൊതുജനങ്ങളാണ്. അപ്പം ഈ കാര്യങ്ങളും കൂടെ ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് എല്ലാ ജനങ്ങളിലും എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഏറെക്കുറെ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം ഞാൻ ബാക്കി കേൾപ്പിക്കാം. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പം അൻസിബയായിട്ട് പറഞ്ഞ ഒരു ബേസിക് അവയർനെസ് ഒന്നും അല്ല അൻസിബ. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. വെറുതെ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഒരു നോട്ടീസൊക്കെ തന്നു കഴിഞ്ഞാൽ മാത്രം പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ ഒട്ടുമിക്ക ആളുകൾ നമുക്കൊരു വിളി വരുമ്പോൾ പോയി കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മൾ ചെല്ലും നമ്മൾ. ആ ചെല്ലുന്നത് അങ്ങനെ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ നമ്മളെ പിടിച്ചിരുത്തി മറ്റേ അൻസിബയോട് ചെയ്ത കണക്കത്തെ പരിപാടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കളി മാറും. കാരണം അതിൻ്റെ ആവശ്യമില്ല. എന്തിന്? നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യാം, കാര്യങ്ങൾ നോട്ടീസ് തന്നിട്ട് ചെയ്യാം. ഇത് വേറെ എന്തോ കാര്യത്തിന് ജസ്റ്റ് ഇവിടെ വന്നിട്ടൊന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലും. പക്ഷെ ചോദ്യം ചെയ്യാൻ അത് 3 മണിക്കൂർ ആ പെങ്കൊച്ചിനെ അവിടെ പിടിച്ചിരുത്തി പരിപാടി ചെയ്തതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? ഒരു എസ് ഐയുടെ പേരൊക്കെ പറയുന്നുണ്ട്, ഒരു വനിത എസ് ഐയുടെ. ഞാനിവിടെ പറയുന്നില്ല. ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കി വെച്ചോ. പോലീസുകാർ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എടുക്കാനാണെങ്കിൽ നേരത്തെ എടുക്കായിരുന്നു കേസും കാര്യങ്ങളും ഒക്കെ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആ പെങ്കൊച്ചിനോട് മറ്റേ ഡീഫമേഷൻ കേസായി മാറുമെന്നൊക്കെ പറയുന്നത് എനിക്കത് പിടികിട്ടുന്നേ ഇല്ല. അവരുടെ കയ്യിൽ എന്തോ തെളിവുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഏതോ ഒരു വാട്സപ്പ് ചാറ്റൊക്കെ. നിങ്ങളിത് കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. പോലും ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബേസിക് അവയർനെസ് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങളിൽ ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും കൂടെ എൻ്റെ ഒരു അപേക്ഷയാണ്. എന്തായാലും ഞാനിത് വിഡ്രോ ചെയ്യൊന്നുമില്ല. ഇത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കോടതിയിൽ ഉറപ്പായിട്ടും പോവും. ഞാൻ നിയമ പോരാട്ടത്തിലൂടെ തന്നെ ഞാൻ ജയിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഞാൻ സത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ ശ്രീ ടിനി ടോമിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം. ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കേരള ഗവൺമെന്റ് എന്റെ കൂടെ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. കാരണം ഏത് ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാലും ഏത് മിനിസ്റ്റേഴ്സിന്റെ കൂടെയും കൂടെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്ന തരത്തിൽ വിഷ്വൽസ് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഭയപ്പാടുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കലും തെറ്റിന്റെ കൂടെ ഗവൺമെന്റ് നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ന്യായത്തിന്റെ കൂടെ നിൽക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ കൂടെ എന്തായാലും ഗവൺമെന്റ് നിൽക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എനിക്ക് അമ്മ സംഘടനയുടെ ഇസി ഗ്രൂപ്പിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഇസിക്ക്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന ശ്രീ ടിനി ടോം തന്നെ എനിക്ക് നേരെ ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് എഴുതി അയച്ച മെസ്സേജ് ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ കൾച്ചറാണ് ഇവിടെ കാണിക്കുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് അൺപാർലമെന്ററി ആണെന്ന് ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് മറുപടി ഇട്ടപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി ഇട്ടിട്ടുണ്ട്, ഇത് പാർലമെന്റിൽ പോലും ഉപയോഗിക്കുന്ന വാക്കാണ്, തെറ്റായ വാക്കല്ല എന്ന്. ഡബിൾ ഡാഡി സിൻഡ്രത്തിന് എനിക്കറിയാവുന്ന അർത്ഥം ഒന്നേ ഉള്ളൂ. ഇനി അതിന് നല്ലൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത്തരത്തിൽ 17 പേരുള്ള ഒരു ഇസി ഗ്രൂപ്പിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഇട്ടത്. അതുപോലും ചോദ്യം ചെയ്യാൻ ആ 17 പേരുള്ള ആ ഗ്രൂപ്പിൽ പോലും ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് പബ്ലിക്കലി വന്ന് പറയേണ്ട ഒരു അവസ്ഥ വരുത്തിയതാണ്.
അൻസിബ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഒരു തെറ്റും ഞാൻ പറയില്ല. കാരണം 14 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് ചേട്ടൻ ഇട്ടപ്പോൾ അൺപാർലമെന്ററി ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ പാർലമെന്റിൽ പോലും പറയുന്നതാണെന്ന്. കോമഡി കോമഡി. അയ്യോ, ടിനി ടോം എന്ന് പറഞ്ഞാൽ ഗംഭീര കോമഡി നടനല്ലേ. അയ്യോ, മലയാളത്തിൽ വേറെ കോമഡി നടൻ ഇല്ല. ടിനി ടോമിനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നെ കോമഡിയൊക്കെ അടിക്കുന്നത്. ഇപ്പൊ ബാക്കി 14 പേരും വിചാരിച്ചാണ് ഓ ടിനിയേട്ടൻ പാവം കോമഡി അടിച്ചതല്ലേ. എന്താ പറയണ്ടേ? അല്ല, ആ ചാറ്റ് എന്തായാലും അൻസിബയുടെ കാണും. അപ്പൊ അതൊക്കെ വെച്ച് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതൊന്നും വലിയ തെളിവൊന്നും അല്ല. മനസ്സിലായോ? അതൊന്നും വലിയൊരു കേസായിട്ട് മാറത്തുമില്ല. ഡബിൾ ഡാഡി സിൻഡ്രം ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ. അതിന് ശേഷം ഞാൻ അതിനകത്ത് പറയുന്നുണ്ടല്ലോ അൺപാർലമെന്ററി എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പാർലമെന്റിൽ പോലും പറയുന്നതല്ലേ, ഞാൻ കോമഡി ആയിട്ട് ചെയ്തതല്ലേ എന്ന് പറയുമായിരിക്കും. മനസ്സിലായോ? വേറൊരാളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് അവൻ പറയും ഞാൻ തമാശ. ഇത് അവന്റെ തന്തയ്ക്ക് ആരെങ്കിലും വിളിച്ചിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരുന്ന് കേൾക്കുവോ? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. എന്റെ പൊന്നു ടിനി ടോമേട്ടാ, നമ്മുടെ ഒന്നും പുറകെ വരല്ലേ. അയ്യോ, മൂക്കി കയറ്റുവോ? എന്നിട്ട് തലയെ പൊക്കി വെച്ചോണ്ട് നടക്കുക. അൻസിബയുടെ കേസ് മാത്രം വിടൂ. ഞാൻ പറഞ്ഞില്ലേ, വേറെ ആളുകൾ വന്നു ഇയാൾക്കെതിരെ. എവിടെ? എല്ലാവരെയും ഒതുക്കിക്കളയാന്ന് അവര് തന്നെ പറയുന്നുണ്ട്. ഒരു വ്യക്തി ഇപ്പൊ 1-2 ദിവസത്തിനുള്ളിൽ നേരിട്ട് മുഖ്യന് തന്നെ ചിലപ്പോൾ പരാതിയൊക്കെ കൊടുത്തേക്കും. അങ്ങനെയും കേട്ടു. കൊടുക്കട്ടെ. പക്ഷെ ഇതൊക്കെ എന്താവും എനിക്ക് അറിയത്തില്ല. കാരണം അത്യാവശ്യം പിടിപാടുള്ള ഒരാൾ തന്നെയാണ് ടിനി ടോമേട്ടായി. ടിനി ടോമേട്ടായി, നമ്മുടെ ചോദ്യം മറക്കല്ലേ. ടിനി ടോമേട്ടായി 14-ാം തീയതി പരിപാടിക്ക് വിളിച്ചോ? അവിടെ നിന്നോണ്ട് ആരെങ്കിലും? അല്ല, ഇങ്ങനൊരു സംസാരം നടക്കുന്നുണ്ട് കേട്ടോ. അറിയിച്ചെന്നേ ഉള്ളു നമ്മൾ. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആളുകൾ എവിടെയൊക്കെയോ കേൾക്കുന്നുണ്ട് ഈ സത്യമൊക്കെ. എത്രയും പെട്ടെന്ന് മൂടിക്കളയാൻ ശ്രമിച്ചോ. മനസ്സിലായോ? എത്രയും പെട്ടെന്നെല്ലാം മൂടിക്കോ. അൻസിബയായിട്ടൊരു കോംപ്രമൈസ് ചർച്ച പെങ്കൊച്ച് നിന്ന് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോംപ്രമൈസ് ഉണ്ടാക്കാനായിട്ട്. മാക്സിമം ചേട്ടായി. നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മളൊക്കെ വീഡിയോ ചെയ്ത് ചേട്ടായിക്ക് സപ്പോർട്ട് തരാം കേട്ടോ. ചേട്ടായി, പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.